ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70% മുകളിൽ പോളിംഗ്. വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. വോട്ടെണ്ണൽ ശനിയാഴ്ച. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെടുപ്പ് പൂർത്തിയായി. മഹാരാഷ്ട്രയിൽ 58-ഉം ഝാർഖണ്ഡിൽ 68% പോളിംഗ്. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ വർണ്ണാഭമായ തുടക്കം. ഏഷ്യൻ ചാമ്പ്യൻസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70% മുകളിൽ പോളിംഗ്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായ പാലക്കാട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. യുഡിഎഫിനായി രാഹുൽ മാങ്കൂട്ടത്തിലും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പി സരിനും എൻഡിഎയ്ക്കായി സി കൃഷ്ണകുമാറുമാണ് ജനവിധി തേടിയത്. വോട്ടെടുപ്പ് സമയം 6 മണിയോടെ പൂർത്തിയായെങ്കിലും ബൂത്തുകളിൽ വരിയിൽ അവശേഷിച്ചവർക്ക് വോട്ട് ചെയ്യാൻ സൌകര്യം ഒരുക്കിയിരുന്നു. പാലക്കാട് നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് മണ്ഡലത്തിൽ പോളിംഗ് 70% കടന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 75% മുകളിലായിരുന്നു. 184 പോളിംഗ് ബൂത്തുകളിൽ 152 എണ്ണത്തിൽ പോളിംഗ് അവസാനിച്ചു. 6 മണിവരെയുള്ളവർക്ക് ടോക്കൺ വാങ്ങി ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരം നൽകിയിട്ടുണ്ട്. ഉച്ചയോടെയാണ് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നു തുടങ്ങിയത്. എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും മണ്ഡലത്തിലെ ബൂത്തുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. 3 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പങ്കുവച്ചു. പാലക്കാട് എംഎൽഎയായിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് 3 വർഷങ്ങൾക്കു ശേഷം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും വോട്ടെടുപ്പ് പൂർത്തിയായി. മഹാരാഷ്ട്രയിൽ 58%-ലേറെ പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 288 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ഝാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ ഇന്ന് 68%-ഓളം പേർ വോട്ട് രേഖപ്പെടുത്തി. 38 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. മഹാരാഷ്ട്രയിലെ നാന്ദേഡ് പാർലമെന്റ് മണ്ഡലത്തിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടന്നു. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി ജോർജ് ടൌണിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി ഗയാനയിൽ എത്തിയത്. ഗയാന പ്രസിഡന്റും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമാനത്താവളത്തിലെത്തി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. 56 വർഷങ്ങൾക്കിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. രണ്ടാമത് കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. കാരിക്കോം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഗയാന പാർലമെന്റിനെ നാളെ അഭിസംബോധന ചെയ്യുന്ന ശ്രീ മോദി രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. കരീബിയൻ മേഖലയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഗയാന, ബാർബഡോസ് എന്നീ രാജ്യങ്ങളുടെ പരമോന്നത ദേശീയ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഡൊമിനിക്കയും ദേശീയ ബഹുമതി നൽകി ശ്രീ മോദിയെ ആദരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ലാവോസിലെത്തി. ചൈനീസ് പ്രതിരോധ മന്ത്രി ദോങ് ജാങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക, അന്തർദേശീയ പ്രാധാന്യമുള്ള സുരക്ഷാ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, ലാവോസ്, ന്യൂസിലാന്റ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ശ്രീ രാജ്നാഥ് സിംഗ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ആസിയാൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് കൂടിക്കാഴ്ച ലക്ഷ്യമിടുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. സമ്മേളന കാലയളവിൽ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം ചേരുന്നത്. ശീതകാല സമ്മേളനം ഈ മാസം 25 മുതൽ ഡിസംബർ 20 വരെയാണ്. 26-ന് ഭരണഘടനാ ദിനാചരണമായതിനാൽ അന്നേ ദിവസം സമ്മേളനം ഉണ്ടാകില്ല. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തുടക്കമായി. ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലാണ് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ്.
ഓസ്ട്രേലിയൻ ചലച്ചിത്രകാരൻ മൈക്കൽ ഗ്രേസി സംവിധാനം ചെയ്ത ബെറ്റർ മാൻ ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 180ലേറെ ചിത്രങ്ങളാണ് വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസിത രാജ്യങ്ങളുടെ അനിയന്ത്രിതമായ അന്തരീക്ഷ മലിനീകരണം മൂലമാണ് വികസ്വര രാജ്യങ്ങൾക്ക് മേൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ രൂക്ഷമാകുന്നതെന്ന് ഇന്ത്യ. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന COP29 ഉച്ചകോടിയിലെ മന്ത്രിതല പ്രത്യേക യോഗത്തിലാണ് ഇന്ത്യയുടെ പ്രസ്താവന. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ നിറവേറ്റാൻ വികസിത രാജ്യങ്ങൾ ശ്രമിക്കണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. സാമ്പത്തിക സഹായം സമയബന്ധിതമായും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും വിതരണം ചെയ്യണമെന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. ഇരു സൈന്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക, പുതിയ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് സന്ദർശനം. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി, പ്രതിരോധ മന്ത്രി മൻബീർ റായ്, നേപ്പാൾ കരസേനാ മേധാവി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ, NCP നേതാവ് സുപ്രിയ സുലെ എന്നിവർ ബിറ്റ്കോയിൻ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് BJP. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് പാർട്ടി വക്താവ് സംബിത് പാത്ര ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. ഏകദേശം 235 കോടി രൂപയുടെ അഴിമതിയിൽ മഹാവികാസ് അഘാഡിയുടെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെട്ടതായും BJP നേതാവ് ആരോപിച്ചു. അതേസമയം BJP ഉന്നയിച്ച ബിറ്റ്കോയിൻ അഴിമതി ആരോപണം നാനാ പട്ടോലെയും സുപ്രിയ സുലെയും നിഷേധിച്ചു. തമിഴ്നാട് കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. കഴിഞ്ഞ ജൂൺ 18-നാണ് 68 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം ഉണ്ടായത്. തമിഴ്നാട്ടിൽ തുടർച്ചയായി വ്യാജമദ്യ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതായി ഹർജിക്കാർ വാദിച്ചു. വ്യാജമദ്യ വിൽപ്പന തടയാത്തതിൽ പോലീസിനെ കോടതി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 24-ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 116-ാം പതിപ്പാണ് ഇത്. മൈ GOV ഓപ്പൺ ഫോറത്തിലും നമോ ആപ്പിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം. കോഴിക്കോട് ഇന്ന് നടന്ന ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരളം റെയിൽവേസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി M. സുരേഷ് ബാബു. ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരും മുൻ ചാമ്പ്യന്മാരുമായ റെയിൽവേ ടീമിനെ തോൽപ്പിച്ചതോടെ ഫൈനൽ റൌണ്ടിലേക്കുള്ള കേരളത്തിന്റെ സാധ്യത വർദ്ധിച്ചു. കളിയുടെ 71-ാം മിനിറ്റിൽ എതിർ പെനാൽറ്റി ബോക്സിൽ നിജോ ഗിൽബർട്ടിന്റെ സുന്ദരമായ അസിസ്റ്റിൽ മുഹമ്മദ് അജിസലാണ് നിർണായക ഗോൾ നേടിയത്. മത്സരത്തിലുടനീളം നിരവധി അവസരങ്ങളാണ് ഇരു ടീമുകളും കളഞ്ഞുകുളിച്ചത്. ഗോൾ കീപ്പർ ഹജ്മലിന്റെ മിന്നും പ്രകടനമാണ് കേരളത്തിന്റെ വിലപ്പെട്ട 3 പോയിന്റ് നേട്ടത്തിൽ നിർണായകമായത്. ലക്ഷദ്വീപ്, പുതുശ്ശേരി ടീമുകളാണ് കേരളത്തിന്റെ ഗ്രൂപ്പിലെ മറ്റ് എതിരാളികൾ. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ പുതുശ്ശേരി 3-2 ലക്ഷദ്വീപിനെ തോൽപ്പിച്ചു. ഏഷ്യൻ ചാമ്പ്യൻസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ചൈനയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ദീപിക ഗോൾ നേടി. ബീഹാറിലെ രാജ്ഗിറിലാണ് മത്സരം നടന്നത്. വ്യോമാക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് യുക്രൈൻ തലസ്ഥാനമായ കീവിലെ അമേരിക്കൻ എംബസി അടച്ചു. റഷ്യൻ പ്രദേശത്തിന് നേരെ US നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മുന്നറിയിപ്പ്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് US പൌരന്മാരോട് അധികൃതർ നിർദ്ദേശിച്ചു. ഗ്രീക്ക്, സ്പാനിഷ് എംബസികളും സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അടച്ചിരിക്കുകയാണ്. പുതുക്കിയ ആണവായുധ നയത്തിനും റഷ്യ അംഗീകാരം നൽകി. റഷ്യൻ പ്രദേശത്ത് US നിർമ്മിത ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്ക യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് നയമാറ്റം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70% മുകളിൽ പോളിംഗ്. വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. വോട്ടെണ്ണൽ ശനിയാഴ്ച. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെടുപ്പ് പൂർത്തിയായി. മഹാരാഷ്ട്രയിൽ 58-ഉം ഝാർഖണ്ഡിൽ 68% പോളിംഗ്. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. 55-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ വർണ്ണാഭമായ തുടക്കം. ഏഷ്യൻ ചാമ്പ്യൻസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.